ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുകയാണ്. ഞാനും സുഖമായി അടിച്ചു പൊളിച്ച് ഇരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രായമായി വരുന്നതൊക്കെ അറിയാം, പക്ഷെ എങ്കിലും കണ്ണാടിയിലൊക്കെ നമ്മൾ അങ്ങനെ വെറുതെ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും ചുമ്മാ ഒന്ന് സൂം ചെയ്ത് നോക്കി ഒന്ന് കാര്യമായി വിശദമായ ഒന്ന് സ്കിൻ നോക്കിപ്പോഴാണ് മനസ്സിലായ സുഹൃത്തുക്കളെ, പിഗ്മെന്റ് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസ്, ഇങ്ങനെ എല്ലാ ഭാഗ്യവും എന്നെ തേടി തേടി എത്തുകയാണ് എന്നുള്ളത്. നമുക്കിപ്പോൾ എന്താ പറയാൻ, ആവശ്യത്തിന് സ്ട്രെസ്, ടെൻഷൻ, അത് ഇത് ഉറക്കമില്ലായ്മ എല്ലാം ഉള്ളത് കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഭാഗ്യവും ഇപ്പം എന്നെ തേടി വരുന്നുണ്ട്. മുഖത്തൊക്കെ നന്നായിട്ട് കാണാനുണ്ട് കേട്ടോ. അതൊക്കെ വരണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. ഞാൻ ഈ പറയുന്ന സംഭവം ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ എത്രയൊക്കെ ഇനി ഒരുപാട് പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യുന്നു, സ്കിൻ കെയർ ഒക്കെ പക്ക കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും സൺസ്ക്രീൻ ആ ഒരൊറ്റ സാധനം നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്ത് യാതൊരു കാര്യവും ഇല്ല. അപ്പൊ നമ്മൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കി കണ്ടുപിടിച്ച് മേടിച്ച് ട്രൈ ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ കൂടി കാണിച്ചു തരാണ്. നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടുവരുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും, കഴിഞ്ഞ ഒരു 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഒരു ബ്രാൻഡാണ് പ്ലം ഗുഡ്നസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ഏതൊക്കെ ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലാസ്റ്റ് വന്ന് എത്തി നിൽക്കുന്നത് പ്ലം ഗുഡ്നസ്സിലായിരിക്കും. അപ്പൊ പ്ലമ്മിന്റെ ഒരു സൺസ്ക്രീൻ പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. സൺസ്ക്രീൻ സീറമാണ്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സൺസ്ക്രീൻ സീറം, വാട്ട്സ് ദാറ്റ് എന്നുള്ളത്. അപ്പൊ വാങ്ങിച്ചു, ട്രൈ ചെയ്തു, ഇഷ്ടപ്പെട്ടു. അവർക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഒരു സെയിൽ, ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സെയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു സംഭവമാണ്. സോ പ്രോഡക്റ്റ് എന്ന് വന്നിട്ട് പ്ലം ഗുഡ്നസിന്റെ ഗ്രീൻ ടീ ആൻഡ് പെപ്റ്റൈഡ് ഡെയിലി സൺസ്ക്രീൻ സീറം വിത്ത് SPF 50 PA++++. ഈ ഒരു സിറം ഞാൻ മേടിച്ചിട്ട് കുറച്ചായി. പക്ഷേ സീരിയസ്ലി നമ്മൾ പറയില്ലേ, ഐ ആം ലവിങ് ദിസ് പ്രോഡക്റ്റ് എന്നൊക്കെ പറയില്ലേ, സത്യം എന്താ? സത്യം അത്രയ്ക്ക് അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷേ ഈ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം ട്രൈ ചെയ്യാൻ നോക്കുക. കാരണം അതിൽ എടുത്ത് പറയുന്നുണ്ട് നോട്ട് റെക്കമെൻഡഡ് ഫോർ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ എന്നുള്ളത്. ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര മാറ്റ് ആണ്, ഇൻവിസിബിൾ. നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. 30 seconds ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ പൊതുവെ ഒരു സൺസ്ക്രീൻ മേടിക്കുന്ന സമയം നമ്മുടെ മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും. നമുക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന സൺസ്ക്രീൻ എന്ന് വെച്ചാൽ പൊതുവേ ഭയങ്കര തിക്കായിരിക്കും. എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഒരുപാട് കാണും. എത്ര തേച്ച് വെച്ചാലും കുറെ കഴിയുമ്പോഴത്തേക്ക് വൈറ്റ് കാസ്റ്റ് വരും. അപ്പൊ ഇതിന് നോ വൈറ്റ് കാസ്റ്റ്. ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിലും ലൈറ്റ് വെയിറ്റ് ആയിട്ട് വേറെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഹാസ് SPF of 50 PA++++. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഗ്രീൻ ടീ, വിച്ച് ഇസ് ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ് അതിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ പിമ്പിൾസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പെപ്റ്റൈഡ് ആണെന്നുണ്ടെങ്കിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, പിന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഫേം ആവാനും നല്ല സ്മൂത്തർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നയാസിനമൈഡ് ആണ്, വിച്ച് ഇസ് നമ്മുടെ സ്കിന്നിന്റെ ടോൺ ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ആക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ നന്നായി പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുപോലെ ഇത് നമുക്ക് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മൂത്ത്, നല്ലൊരു ഗ്ലോയി ഫിനിഷ് നമുക്ക് തരുന്നുണ്ട്. ഞാനിപ്പോൾ ആക്ച്വലി സൺസ്ക്രീൻ ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ പോലും ചെയ്യുന്നത്. ഈ ഒരു പ്രോഡക്റ്റിലെ സിന്തറ്റിക് ഫ്രേഗ്രൻസ്, പാരബൻ, സൾഫേറ്റ്, പ്രോപ്പിലെയിൻ ഗ്ലൈക്കോൾ, ആനിമൽ ഡ്രൈവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെ യാതൊന്നുമില്ല. സോ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് വെച്ചാൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ആവശ്യം അഡിക്വേറ്റ് എമൗണ്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെയിം ലൈക്ക് സീറം ആണ് കേട്ടോ. അത്രയും വാട്ടറി കൺസിസ്റ്റൻസി ആണ്. ഒരു സിറം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അത്ര സ്മൂത്ത് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഗ്ലൈഡായി പോകുന്നുണ്ട്. പിന്നെ യൂഷ്വൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഒരു നമ്മൾ പുറത്തിറങ്ങുന്നതിനും ഒരു 15 to 20 minutes മുന്നേ ഇട്ടതിന് ശേഷം പുറത്തിറങ്ങാൻ ശ്രമിക്കും. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ ബുദ്ധിപൂർവ്വം ഇത് 2 പർച്ചേസ് ചെയ്തു. ആദ്യം മേടിച്ചത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടി മുൻകൂട്ടി കരുതി, കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നിനാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഈ ഒരു ഇങ്ങനത്തെ മാത്രമല്ല കേട്ടോ, ഇത് അൺടിൻറ്റഡ് ആണ്. ഇതിന്റെ ടിൻറ്റഡ് ആയിട്ടുള്ളതും അവിടെ അവൈലബിൾ ആണ് അവരുടെ വെബ്സൈറ്റിൽ. ടിൻറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഓരോ ഷെയ്ഡ്സിനുള്ളത് അവൈലബിൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു പീച്ച് ഞാൻ കണ്ടു, അതുപോലെ 2-3 ഷെയ്ഡ്സ് ഉണ്ട്, പേൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഷെയ്ഡ്സ് ഉണ്ടെന്ന് തോന്നി. വലിയ ധാരണയില്ല. എന്തായാലും ടിൻറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് അൺടിൻറ്റഡ് ആയിട്ടുള്ള
സൺസ്ക്രീനും ഉണ്ട്. ഇതിന്റെ സെയിം വേരിയന്റിൽ തന്നെ 2 വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് 10ൽ എത്ര കൊടുക്കും എന്ന് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 10 on 10 കൊടുക്കാണ്. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. സോ നിങ്ങളും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. പെട്ടെന്നൊരു ക്വിക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഹോപ്പ് എവറിബഡി ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you soon. Bye.